പെടുമാറാട്ടെ. നമുക്ക് ഈ മാസവും ഈ രീതിയിൽ 1 തെസ്സലോനിക്കർക്ക് ലേഖനം ഒരുമിച്ച് പഠിക്കുവാനൊരവസരം ദൈവം നൽകി. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് 2-ാമത്തെ അധ്യായം അതിൻ്റെ 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കാം. 1 Thessalonians chapter 2 verse 17-20. നമ്മൾ ഇതുവരെ 2-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 12 വരെയുള്ള ഭാഗത്ത് നമ്മൾ കണ്ടത് എന്താണ്? പോൾ ആൻഡ് കമ്പനീസ് ഇൻ്റഗ്രിറ്റി ഇൻ ദ പ്രസൻസ് ഓഫ് ദ ബിലീവേഴ്സ് അറ്റ് തെസ്സലോനിക്ക. 2-ന്റെ 1 മുതൽ 12 വരെയുള്ള ഭാഗത്ത് നാം കണ്ടത് തെസ്സലോനിക്കയിലെ വിശ്വാസികളുടെ ഇടയിൽ പൗലോസിൻ്റെയും കൂട്ടരുടെയും സ്വഭാവത്തിൻ്റെ ശുദ്ധി അല്ലെങ്കിൽ അവരുടെ നല്ല സാക്ഷ്യം, അതാണ് നമ്മൾ കണ്ടത്. 2-ന്റെ 17 മുതൽ 3-ന്റെ 10 വരെ നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഈ തെസ്സലോനിക്ക വിശ്വാസികളുടെ ഇടയിൽ നിന്നും ഇവർ താൽക്കാലികമായിട്ട് മാറിപ്പോകേണ്ടി വരുമ്പോഴുള്ള പൗലോസിൻ്റെ വൈകാരികത, ഇമോഷണൽ ടെർമോയിൽ, വിഷമം, അതാണ് നമ്മൾ കാണുന്നത്. തെസ്സലോനിക്കയിലെ ആരാധനാലയത്തിൽ 3 ആഴ്ചത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം അവിടുത്തെ ശുശ്രൂഷ വളരെയധികം വളർന്ന് ഒരുപാട് പേര് കർത്താവിനടുക്കൽ വന്നതായിട്ട് നമുക്ക് ആ ഭാഗത്ത് കാണാൻ സാധിക്കും. അതെവിടെയാണെന്ന് ചോദിച്ചാൽ അപ്പോസ്തല പ്രവൃത്തി 17-ാമത്തെ അധ്യായത്തിലാണ് ഈ പറയുന്ന സംഭവം. എന്നാൽ അവിശ്വാസികളായിട്ടുള്ള യഹൂദന്മാർ അവിടെ ഇവർക്കെതിരെ എതിർപ്പുകൾ കൊണ്ടുവന്നതിൻ്റെ ഭാഗമായിട്ട് പൗലോസിനും കൂട്ടർക്കും തെസ്സലോനിക്ക പ്രദേശം വിടേണ്ടി വന്ന് അവർ ബെരോയയിലേക്ക് പോയി. അവർ പോകുമ്പോൾ തിമോത്തിയോസിനെ അവിടെ ആക്കിയിട്ടാണ് അവർ പോകുന്നത്. ബെരോയിൽ ചെന്നിട്ട് അവിടെയും ഈ രീതിയിൽ നല്ലൊരു ഒരു ശുശ്രൂഷ വളരുന്നൊരു സാഹചര്യത്തിൽ ഇതേ സാഹചര്യം തന്നെ അവിടെയും ഉണ്ടായി. അതിനുശേഷം പൗലോസ് അവിടെ നിന്നും മാറി. പൗലോസ് ആഥൻസിലേക്ക് പോയി. പിന്നെ ശീലാസിനെയും തിമോത്തിയോസിനെയും ബെരോയിൽ ആക്കിയിട്ടാണ് പോകുന്നത്. ഈ അവിശ്വാസികളായിട്ടുള്ള യഹൂദന്മാരിൽ നിന്നും പൗലോസും കൂട്ടരും നേരിടേണ്ടി വന്ന ഈ എതിർപ്പുകളുടെ പിന്നിൽ സാത്താനായിരുന്നു എന്നുള്ളത് ഈ ഭാഗത്ത് 2-ാമത്തെ അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ വാക്യം ഒന്ന് വായിച്ചട്ടെ. അതുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞങ്ങൾ വിശേഷാൽ പൗലോസായ ഞാൻ 1-2 പ്രാവശ്യം വിചാരിച്ചു, എന്നാൽ സാത്താൻ ഞങ്ങളെ തടുത്തു. ഓക്കെ, അപ്പോൾ സാത്താൻ ഇവിടെ ഇവരുടെ ഇടയിൽ, അതായത് തെസ്സലോനിക്ക വിശ്വാസികളുടെയും ഇവരുടെയും ഇടയിൽ ഒരു ഫിസിക്കൽ സെപ്പറേഷൻ ഉണ്ടാക്കി. ആ പ്രദേശങ്ങളിൽ സുവിശേഷം കൂടുതൽ വ്യാപിക്കാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും സാത്താൻ ചെയ്യുന്നുണ്ട്. കൂടുതൽ ആത്മീക വർധന ഈ വിശ്വാസികളുടെ ഇടയിൽ ഉണ്ടാകാതിരിക്കുവാൻ സാത്താൻ പ്രവർത്തിക്കുന്നു. സോ ഹി ട്രൈഡ് ഹിസ് ബെസ്റ്റ് ടു സ്റ്റോപ്പ് ഗോഡ്സ് കിങ്ഡം ഫ്രം എക്സ്പാൻഡിങ് ഇൻ തെസ്സലോനിക്ക ആൻഡ് ബെറിയ. തെസ്സലോനിക്കയിലും ബെരയിലും ദൈവത്തിൻ്റെ രാജ്യം വ്യാപിക്കാതിരിക്കുവാൻ സാത്താൻ ആവുന്നത്രയെല്ലാം ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, ഈ വിശ്വാസികൾ വിശ്വാസത്തിൽ തുടരാതിരിക്കുവാൻ വേണ്ടിയിട്ട് അവരുടെ ജീവിതത്തിൽ കുറേ കഷ്ടതകളും പ്രതികൂലങ്ങളും കൊണ്ടുവരുവാൻ സാത്താൻ ശ്രമിക്കുന്നുണ്ട്. പൗലോസ് ഇനി ഇവരെ ഒരിക്കൽ പോലും കാണരുത് എന്ന രീതിയിൽ സാത്താൻ എല്ലാ കാര്യങ്ങളും ശ്രമിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് കാണുന്ന ഒരു ലെസൺ, മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇത് ഞാൻ 5 വർഷം മുമ്പ് തയ്യാറാക്കിയൊരു സന്ദേശമാണ്. അന്നത്തെ കാലത്ത് കോവിഡിൻ്റെ ഒരു പശ്ചാത്തലം ഉള്ളതുകൊണ്ട് അതും ഇതിൽ കുറേയൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങളിത് കേൾക്കാൻ. സോ ദ ഫസ്റ്റ് ലെസൺ, Satan knows that his defeat has been accomplished on the cross through the death of Christ. സാത്താൻ അറിയാം ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ തൻ്റെ തോൽവി പൂർണ്ണമായിരിക്കുകയാണെന്നുള്ളത് സാത്താൻ അറിയാം. അതുകൊണ്ട് താൻ എന്താ ചെയ്യുന്നത്? വിവിധ പ്രതികൂലങ്ങളിലൂടെ, വിവിധ കലാമിറ്റീസിലൂടെ, പല മാർഗങ്ങളിലൂടെ സുവിശേഷത്തിൻ്റെ വ്യാപനം തടയാൻ സാത്താൻ ആവുന്നതും ശ്രമിക്കും. തോറ്റ ആളെന്ന നിലയിൽ എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ളൊരു മനസ്സിലാണ് ഈ ഒരു സൈക്കോപാത്ത് പോകുന്നത്. സൈക്കോ സ്വഭാവം ഉള്ളവരുടെ എന്താ പറയുക പ്രവണത നമുക്കറിയാമല്ലോ. തോറ്റു എന്ന് പറഞ്ഞാൽ പിന്നെ ഏതറ്റം വരെയും പോകും. അത്തരത്തിലുള്ളൊരു സൈക്കോപാത്തിൻ്റെ ഒരു സ്വഭാവമാണ് ഇവിടെ സാത്താൻ കാണിക്കുന്നത്.
We see the same issue happening in the widespread persecutions or resistances in place where there is a great initial positive response to the gospel. ഒരു കാലത്ത് നല്ല രീതിയിൽ സുവിശേഷത്തോട് പ്രതികരിച്ചിരുന്ന സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രതികൂലങ്ങൾ ഇപ്പോൾ വർദ്ധിച്ചു വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇതൊന്നും യാദൃശ്ചികമല്ല. അതുമാത്രമല്ല, കോവിഡ് പോലുള്ളൊരു മഹാമാരിയും നമുക്ക് കുറച്ച് നാൾ മുമ്പ് നമ്മളെല്ലാവരും കണ്ടതാണ്. അന്ന് എന്താ സംഭവിച്ചത്? അനേകം സഭകൾ ഫിസിക്കൽ ഗ്യാതറിംഗ് നിർത്തി അവർ വീടുകളിൽ ഒതുങ്ങി കൂടേണ്ടി വന്നൊരവസ്ഥ ഒന്നുണ്ടായിരുന്നു. ഫിസിക്കൽ ഗ്യാതറിങ്ങിൽ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുന്നതും സഭ അംഗങ്ങളുടെ ആത്മിക വർധനകൾ ഉണ്ടാവേണ്ട ഒരു സ്ഥലമാണ്. പക്ഷെ അതും അടച്ചു. ഓക്കെ, പരസ്യയോഗങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം അന്ന് നിർത്തി. In this scenario, as believers, we must understand that Satan does all of these things because of the permission that God gave. ഇത്തരം സാഹചര്യങ്ങളിൽ നാം മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ, സാത്താൻ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ എല്ലാം പിന്നിൽ ദൈവത്തിൻ്റെ അനുവാദം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ദൈവത്തിന് തൻ്റേതായിട്ടുള്ള എന്താ പറയുക, സർവാധികാരത്തിൻ്റെ പദ്ധതികൾ ഇവിടെ ഉണ്ട്. ഇതെല്ലാം അനുവദിക്കുന്നതിലൂടെ, അതായത് നമ്മൾ കടന്നു പോകുന്ന എല്ലാ ശുശ്രൂഷയിലെ പ്രതികൂലങ്ങളുടെ പിറകിൽ ദൈവത്തിൻ്റെ ഒരു സർവാധികാരം ആ അനുവാദത്തിലുണ്ട്. Therefore, we need to keep trusting in God who takes us in ways that we don't think about or imagine, because His plans can never be thwarted. ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് യാതൊരു വിഘ്നവും സംഭവിക്കുന്നില്ല എന്നതുകൊണ്ട് നമ്മൾ ആഗ്രഹിച്ചിട്ടില്ലാത്ത വഴികളിൽ കൂടെ നാം പോകേണ്ടി വരുമ്പോൾ നമ്മൾ അപ്പോൾ ചെയ്യേണ്ടത് പിന്നെയും പിന്നെയും ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. ഫിസിക്കൽ ഗ്യാതറിങ് അടച്ചു എന്ന് ശരിയാണ്, പക്ഷേ ആ കാലത്തിൽ ഉണ്ടായിരുന്ന കുറേ ഓൺലൈൻ ഗ്യാതറിങ്സ് അതിനെ തടുക്കുവാൻ സാത്താന് കഴിഞ്ഞില്ല. അതിലൂടെ എത്രയോ ആൾക്കാർ രക്ഷയിലേക്ക് വന്നത് നമുക്കറിയാം. കോവിഡ് മുഖാന്തരം കുറേ പേർ രക്ഷയിലേക്ക് വന്നത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അതിനെ തടുക്കാൻ സാത്താന് കഴിഞ്ഞോ? ഇല്ല. ഫിസിക്കൽ ഗ്യാതറിങ് തടുക്കുവാൻ ഒരു പക്ഷേ കഴിഞ്ഞിട്ടുണ്ടാവാം, പക്ഷെ സുവിശേഷത്തിന് യാതൊരു ബന്ധനവുമില്ലല്ലോ, അത് വ്യാപരിക്കും. രണ്ടാമത്തെ ലെസൺ, റിമെമ്പർ ദാറ്റ് നത്തിങ് വിച്ച് സൈറ്റൻ ഡിഡ് ടു ഡിസ്ട്രോയ് മിഷൻസ് ഹിയർ ആക്ച്വലി വർക്ക്ഡ്. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, തെസ്സലോനിക്കയിലെയും ബെരോയയിലെയും ശുശ്രൂഷകൾ തടസ്സപ്പെടുത്തുവാൻ സാത്താൻ എന്തൊക്കെ ചെയ്തോ അതിന് ആത്യന്തികമായിട്ടുള്ള വിജയം ഒന്നുമില്ല. The Thessalonian believers withstood and endured the persecution that came from their countrymen. തെസ്സലോനിക്കയിലെ വിശ്വാസികൾ അവരുടെ ജനത്തിൽ നിന്നും നേരിടേണ്ടി വന്ന എല്ലാ പ്രതികൂലങ്ങളെയും അവർ സഹിച്ചു. അതുമാത്രമല്ല, നമ്മൾ ഇതിനു മുമ്പ് വായിച്ച ഒരു വാക്യമുണ്ട്, 1-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം. അവർ പ്രതികൂലങ്ങളെ സഹിച്ചു എന്നുള്ളത് മാത്രമല്ല, ഇവരിൽ നിന്നും കർത്താവിൻ്റെ വചനം എങ്ങോട്ടൊക്കെ പോയി? മക്കദോനിയയിലും അഖയയിലും അതുപോലെ പല സ്ഥലത്തേക്കും പോയി. God's work continued on in spite of Paul and company being hindered by Satan from coming to Thessalonica. It tells us how powerless Satan is in spite of everything he does. പൗലോസിനും കൂട്ടർക്കും ഇവിടെ വരുവാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു വശത്ത് ഒരു വാസ്തവമാണെങ്കിൽ പോലും അവരുടെ അഭാവത്തിൽ പോലും ദൈവത്തിൻ്റെ പ്രവർത്തനം പിന്നെയും പിന്നെയും വളർന്നുകൊണ്ടിരുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. ഇതെന്താ നമ്മളോട് പറയുന്നത്? സാത്താൻ എന്തൊക്കെ ചെയ്താലും സാത്താൻ ബലഹീനനാണെന്നുള്ളത്, ദൈവത്തെ സംബന്ധിച്ച് ബലഹീനനാണെന്നുള്ളത് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് തിരിച്ചു വരാം. വി സോ ദാറ്റ് പോൾ ആൻഡ് കമ്പനി ഗോ ത്രൂ എ ഫിസിക്കൽ സെപ്പറേഷൻ ഫ്രം ദ തെസ്സലോനിയൻ ബിലീവേഴ്സ്. ഇപ്പോൾ നമ്മൾ കണ്ടത് എന്താ? തെസ്സലോനിക്ക വിശ്വാസികളിൽ നിന്നും ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ശാരീരിക അകലം ഇവർക്ക് പാലിക്കേണ്ടതായിട്ടുണ്ട്. നോയിങ് ഫുള്ളി ദാറ്റ് ദിസ് ഇസ് അലൗഡ് ബൈ ഗോഡ്, ഹൗ ഡു ദേ വ്യൂ ദിസ് സെപ്പറേഷൻ? ഇത് ദൈവത്താൽ അനുവദിക്കപ്പെട്ടതാണെന്നുള്ളത് അറിഞ്ഞിട്ട് ഇവരെങ്ങനെയാണ് ഈ ഒരു താൽക്കാലികമായിട്ടുള്ള വേർപാടിനെ കാണുന്നത്? ഹിയർ ആർ തിങ്സ് ദാറ്റ് വി ഫൈൻഡ് ഹിയർ. ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് കാണുന്നത്. 1, 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. സഹോദരന്മാരെ, ഞങ്ങൾ അല്പനേരത്തെ ഹൃദയം കൊണ്ടല്ല മുഖം കൊണ്ട് നിങ്ങളെ വിട്ടുപിരിഞ്ഞ് ബഹുകാംക്ഷയോടെ നിങ്ങളുടെ മുഖം കാണാൻ ഏറ്റവും അധികം ശ്രമിച്ചു. ഓക്കെ.
ഇവിടെ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ ഇങ്ങനെയാണ് പൗലോസ് ഇതിനെ റെഫർ ചെയ്യുന്നത്: വി വർ ടോൺ അവേ ഫ്രം യു. നിങ്ങളിൽ നിന്നും ഞങ്ങൾ കീറപ്പെട്ട അവസ്ഥയിലായിരുന്നു എന്നുള്ളത്. ആരോ നിങ്ങളിൽ നിന്നും ഞങ്ങളെ കീറി മാറ്റി എന്നുള്ളത്. അതിനുള്ള ഗ്രീക്ക് പദം എന്ന് പറഞ്ഞാൽ ഓർഫൻഡ്. ഇത് നിമിത്തം ഞങ്ങൾ അനാഥരായി പോയി എന്നുള്ളൊരവസ്ഥ. ദിസ് ഷോസ് ദ ഡീപ്പ് ഡിസ്പെയർ ദാറ്റ് ദേ ഹാഡ് അറ്റ് ദിസ് ഇൻവോളണ്ടറി സെപ്പറേഷൻ. ഈ ചിന്തിക്കാത്ത സമയത്ത് ഇവരിൽ നിന്നും മാറിപ്പോകേണ്ടി വന്ന അവസ്ഥയെ ഇവർ ഒരു അനാഥരാകുന്ന ഒരു അവസ്ഥയ്ക്ക് തുല്യമായിട്ടാണ് കാണുന്നത്. അത്രത്തോളം അടുപ്പമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞ പോലെ, എപ്രകാരമാണ് പൗലോസും കൂട്ടരും ഇവരെ പരിപാലിച്ചത്? ഒരു അമ്മയും ഒരു അപ്പനും മക്കളെ പരിപാലിക്കുന്ന പോലെയാണ്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഇതിനെ ഒരു അനാഥത്വമായിട്ട് കാണാൻ സാധിക്കത്തുള്ളൂ. അത്രയും ഹൃദയംഗമായ ഒരു ബന്ധമുണ്ടെങ്കിൽ ശുശ്രൂഷയിൽ നിന്നും മാറിപ്പോകേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ ഇരിക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ അതൊരു അനാഥത്വമായിട്ട് കാണാൻ സാധിക്കത്തുള്ളൂ. വേർ ദർ ഇസ് ലവ് ദർ ഇസ് പെയിൻ അറ്റ് സെപ്പറേഷൻ. സ്നേഹമുള്ളിടത്ത് മാത്രമേ വേർപാടിൽ വേദന ഉണ്ടാവുള്ളൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് നമ്മളിവിടെ കാണുന്നത്. ആൻഡ് ദർ ആർ എ കപ്പിൾ ഓഫ് റീസൺസ് ഫോർ ദിസ്. ഇത്തരത്തിലുള്ളൊരു മനോഭാവം പൗലോസ് ഇവിടെ കാഴ്ചവെക്കണമെങ്കിൽ അതിന് ചില കാരണങ്ങളുണ്ട്. ഫസ്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ദേ ഡിഡ് ദർ മിനിസ്ട്രി വിത്ത് എ പാരന്റൽ ലവ് ആൻഡ് കമ്പാഷൻ ടു ദീസ് ബിലീവേഴ്സ്. മാതാപിതാക്കളുടെ ഒരു മനസ്സലിവും സ്നേഹവും പശ്ചാത്തലമായി ആക്കി വെച്ചിട്ടാണ് അവർ ഈ ശുശ്രൂഷ ഈ വിശ്വാസികളുടെ ഇടയിൽ ചെയ്യുന്നത്. They cared passionately about these believers because they were so dear to Paul and company. ഹൃദയത്തിൽ ഒരു പ്രത്യേക സ്ഥാനം ഇവർക്ക് വെച്ചത് കൊണ്ടാണ് ഇവരെ സ്നേഹിക്കുന്നത്. സെക്കൻഡ്ലി, Paul's earthly family abandoned him because of his faith in Christ. പൗലോസ് വിശ്വാസത്തിൽ വന്നപ്പോൾ തൻ്റെ കുടുംബം തന്നിൽ നിന്നും വേർപെട്ടു പോയി. എന്നാൽ ആ ഒരു വേർപാടിനെ ദൈവം നീക്കി മാറ്റിയത് എങ്ങനെയാണ്? സഭയിലൂടെയാണ് ദൈവം ആ ഒരു വേർപാടിനെ നികത്തിയത്. ആ നഷ്ടത്തെ ദൈവം നികത്തിയത് സഭയിലൂടെയാണ്. താൻ ഉൾപ്പെട്ടു നിന്ന എല്ലാ സഭകളിലും തനിക്ക് നഷ്ടപ്പെട്ടു പോയ എല്ലാ മാനുഷിക ബന്ധങ്ങൾ, അപ്പനമ്മ സഹോദരന്മാർ എന്നുള്ള ആ പല ബന്ധങ്ങൾ, നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളെ നികത്തിയത് സഭയിലൂടെയാണ്. താൻ ആയ സഭകളിലും താൻ സ്ഥാപിച്ച സഭകളിലും ഇത്തരത്തിലുള്ള ബന്ധങ്ങളെ ദൈവം പുനഃസ്ഥാപിച്ചു. Humanly speaking, there wasn't anyone else for Paul to relate apart from those who belong to Christ. മാനുഷികമായ നിലയിൽ നോക്കിയാൽ ക്രിസ്തുവിലുള്ള ആൾക്കാരല്ലാതെ പൗലോസിന് ബന്ധമെന്ന് പറയുവാൻ യാതൊരു ആൾക്കാരുമില്ല. ഒരു തരത്തിൽ പറഞ്ഞാൽ അത് കർത്താവിൻ്റെ തന്നെ ഒരു മനോഭാവമാണ്. മർക്കോസിന് സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൽ, ഇതാ നിൻ്റെ അമ്മയും സഹോദരന്മാരും നിന്നെ കാണാൻ വന്നിരിക്കുന്നത് പറഞ്ഞപ്പോൾ, ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരന്മാരെന്ന ചോദ്യത്തിന് കർത്താവിന് പറയുന്നൊരു ഉത്തരവുണ്ട്. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ എത്ര എൻ്റെ അമ്മ, സഹോദരൻ, സഹോദരി എന്നുള്ളൊരു മനോഭാവം, അത് തന്നെയാണ് ഇവിടെ പൗലോസും ഇവിടെ കാണിക്കുന്നത്. അതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള ജീവിതമാണ് ഈ കാണുന്നത്. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് മാത്രമേ ദൈവസഭയെ സ്നേഹിക്കാൻ കഴിയത്തുള്ളൂ. അവരിൽ നിന്നുള്ള താൽക്കാലിക വേർപാട് ഒരു വേദനയായിട്ട് കാണത്തുള്ളൂ. ദാറ്റ് ഈസ് വൈ പോൾ ആൻഡ് കമ്പനി സീ ദംസെൽവ്സ് ആസ് ഓർഫൻഡ്. അതുകൊണ്ടാണ് പൗലോസും കൂട്ടരും ഇവരിൽ നിന്നും വേർപെടേണ്ടി വരുമ്പോൾ അവർ അനാഥത്വം അനുഭവിക്കുന്നത്. ഇവിടെ നമ്മൾ കാണുന്ന രണ്ടാമത്തെ കാര്യം, they made sure that they saw this short-term separation only in terms of physical absence. ഇവർ ശാരീരികമായിട്ട് ഇവരിൽ നിന്നും അകന്നു നിൽക്കുന്നൊരവസ്ഥ, അല്ലെങ്കിൽ ഈ കുറച്ച് നേരത്തേക്കുള്ള ഈ അകൽച്ച കേവലം ഒരു ഫിസിക്കൽ ആബ്സെൻസ് ആയിട്ട് മാത്രമേ ഇവർ കണ്ടിരുന്നുള്ളൂ. നെവർ ഡിഡ് പോൾ ആൻഡ് കമ്പനി allow this physical absence lead to absence of affection for the Thessalonians in their heart. ശാരീരികമായിട്ടുള്ള അകൽച്ച അത് മാനസികമായിട്ടുള്ള അകൽച്ചയ്ക്ക് വഴിയൊരുക്കിയില്ല. ഇംഗ്ലീഷിലൊരു സേയിങ് ഉണ്ട്, ഔട്ട് ഓഫ് സൈറ്റ് ഔട്ട് ഓഫ് മൈൻഡ്. അതായത് നമ്മൾ കാണുന്തോറും നമുക്ക് ബന്ധമുണ്ട്, കൺവെട്ടത്തുനിന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ ബന്ധം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ അതല്ല നമ്മളിവിടെ കാണുന്നത്.
ശരിയാണ്, ഒരു ഫിസിക്കൽ സെപ്പറേഷൻ ഉണ്ട്, പക്ഷെ ആ ഒരു അഭാവം അത് മനസ്സിൽ തട്ടുവാൻ ഇവർ അനുവദിച്ചില്ല. മനസ്സിൽ ആ ബന്ധം എപ്പോഴും അവർ കാത്തു സൂക്ഷിച്ചിരുന്നു. ദിസ് ഇസ് എവിഡന്റ് ഇൻ ദർ ഗ്രേറ്റ് ഡിസയർ ആൻഡ് ഈഗർനെസ് ടു ഗോ ടു തെസ്സലോനിക്ക ആൻഡ് സീ ദം ഫേസ് ടു ഫേസ്. പൗലോസ് അതല്ലേ 17-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത്, വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു നിങ്ങൾ മുഖാമുഖം കാണണമെന്ന്. അകന്നിരിക്കുമ്പോൾ ഉള്ള ആഗ്രഹമാണ് ഈ പറയുന്നത്. ഓക്കെ, ദിസ് ഗ്രേറ്റ് ഡിസയർ ആൻഡ് ഈഗർനെസ് നെവർ ഡിമിനിഷ്ഡ് ഇൻ സ്പൈറ്റ് ഓഫ് Satan ഹിൻഡറിങ് ദം. സാത്താൻ പിന്നെയും തടസ്സങ്ങൾ കൊണ്ടുവരുമ്പോഴും ഇവരുടെ ആഗ്രഹത്തിന് കുറവില്ല. കോവിഡ് കാലത്ത് ലോക്ക്ഡൗൺ നീണ്ടു പോയപ്പോൾ സഭായോഗങ്ങളിലേക്ക് വരാനുള്ള ആൾക്കാരുടെ ആഗ്രഹവും പതിയെ കുറഞ്ഞു വരുന്നൊരു കാലം ഉണ്ടായിരുന്നു അന്ന്. സോ വൈ ഡിഡ് Paul and company guard their heart-filled affection toward the Thessalonians from diminishing? ഈ തെസ്സലോനിക്ക വിശ്വാസികളോടുള്ള ഇവരുടെ ഹൃദയംഗമായ സ്നേഹം കുറഞ്ഞു പോകാതിരിക്കത്തക്ക രീതിയിൽ അത് കാത്തു സൂക്ഷിക്കുവാൻ എന്തായിരുന്നു കാരണം? ആ കാരണമാണ് 19ഉം 20ഉം വാക്യത്തിൽ നമ്മൾ കാണുന്നത്. ഇനി ആ 2 വാക്യം കൊണ്ട് നമുക്ക് വായിക്കാം, 19ഉം 20ഉം. നമ്മുടെ കർത്താവായ യേശുവിന് മുമ്പാകെ അവന്റെ പ്രത്യക്ഷതയിൽ ഞങ്ങളുടെ ആശയോ സന്തോഷമോ പ്രശംസാകിരീടമോ ആറാകുന്നു. നിങ്ങളും അല്ലയോ? ഞങ്ങളുടെ മഹത്വവും സന്തോഷവും നിങ്ങൾ തന്നെ. ആ ഉത്തരമാണ് ഈ 2 വാക്യങ്ങൾ നമ്മൾ കാണുന്നത്. 19ാമത്തെ വാക്യത്തിൽ 2 ചോദ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഹൂ ഇസ് അവർ ഹോപ്പ് ഓർ ജോയ് ഓർ ക്രൗൺ ഓഫ് ബോസ്റ്റ്? നിങ്ങളുടെ പ്രത്യാശയും സന്തോഷവും കിരീടവും ആരാണ്? ഇതേ വാക്യത്തിലുള്ള 2ാമത്തെ ചോദ്യമാണ് 1ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. ഈസ് ഇറ്റ് നോട്ട് ഈവൻ യു ബിഫോർ അവർ ലോർഡ് ജീസസ് അറ്റ് ഹിസ് കമ്മിങ്? കർത്താവിൻ്റെ മടങ്ങി വരവിൽ നിങ്ങളല്ലയോ ഞങ്ങളുടെ സന്തോഷവും പ്രത്യാശയും കിരീടവും? ഈ 19ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, Paul is not seeking an identity outside of Christ to find the right standing with God. 19ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്, ക്രിസ്തുവിന് വെളിയിലുള്ള ഒരു കാരണത്തെ കൂട്ടുനിർത്തിയല്ല ദൈവത്തോടുള്ള തൻ്റെ നിരപ്പിനെ താൻ നോക്കുന്നത്, അല്ലെങ്കിൽ നിലനിൽപ്പിനെ താൻ നോക്കുന്നത്. In other words, he is not using his ministry success in Thessalonica to be relevant at the second coming of Jesus. കർത്താവിൻ്റെ 2ാം വരവിൽ താൻ തെസ്സലോനിക്കയിൽ നല്ല ഒരു ശുശ്രൂഷ ചെയ്തു എന്നുള്ളതിൻ്റെ യോഗ്യതയിലല്ല താൻ കർത്താവിന് മുമ്പാകെ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നത്. See, we often find examples of athletes and crowns and rewards and sporting events in Paul's epistles. പൗലോസിൻ്റെ ലേഖനങ്ങൾ നമ്മൾ മൊത്തത്തിൽ നോക്കിയാൽ പലപ്പോഴും ഈ കായിക പ്രയോഗങ്ങൾ, കിരീടം, പ്രതിഫലം, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ഈ ലേഖനങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതിവിടെ നമുക്ക് കാണാൻ സാധിക്കും. When Jesus comes as judge, യേശു ക്രിസ്തു ന്യായാധിപനായിട്ട് തിരിച്ചു വരുമ്പോൾ പൗലോസ് എന്താണ് ആഗ്രഹിക്കുന്നത്? He wants to see these believers being presented intact to Jesus at his second coming. പൗലോസ് ആഗ്രഹിക്കുന്നത് കർത്താവിൻ്റെ വരവിൽ ഈ വിശ്വാസികൾ വിശ്വാസം നഷ്ടപ്പെടാതെ പൂർണ്ണമായിട്ട് തന്നെ കർത്താവിന് മുമ്പാകെ നിൽക്കണമെന്നുള്ളതാണ് പൗലോസിൻ്റെ ആഗ്രഹം. The desire to see them as the reward for his faithful ministry in Jesus' second coming motivates them to have a great desire to reunite with these believers. ഇവിടെ ഇവരെ കാണണമെന്ന് പറയുമ്പോൾ അത് കുറേ നാളായാലും ഇവരെ കണ്ടിട്ട് അതുകൊണ്ട് കണ്ടേക്കാം എന്നുള്ളതല്ല. മറിച്ച് കർത്താവിൻ്റെ രണ്ടാം വരവിൽ ഓക്കെ, ഇവർ സുരക്ഷിതമായിട്ട് വിശ്വാസത്തിൽ നിലനിൽക്കുന്നതായിട്ട് നിൽക്കുന്നതാണ് പൗലോസിൻ്റെ പ്രതിഫലം. അതുകൊണ്ട് അതിലേക്ക് ഒതുങ്ങുന്ന ഒരു കാര്യം നിവർത്തിക്കാനായിട്ടാണ് ഇവരെ കാണുവാൻ താൻ ആഗ്രഹിക്കുന്നത്. സോ നമുക്കിവിടെയും ചില ലെസൺസ് ഉണ്ട്. 3 ലെസൺസ് ഞാൻ പറയാം. 1. A physical separation that is caused by various factors reveals whether our claim to love God's people is true or not. താൽക്കാലികമായിട്ടുള്ളൊരു അകൽച്ച ശാരീരികമായ നിലയിൽ നമുക്കുണ്ടാകുമ്പോൾ അത് പല കാരണങ്ങളുണ്ടാകാം. അത് തെളിയിക്കും നമ്മൾക്ക് തമ്മിലുള്ള സ്നേഹത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന്. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ഈ ഒരു അകൽച്ച കാണിക്കും. ഇറ്റ് ഓൾസോ റിവീൽസ് വെദർ വി ട്രൂലി ചെറിഷ്ഡ് അവർ ഫിസിക്കൽ ഗെറ്റ് ടുഗദേഴ്സ് ആൻഡ് ചർച്ച് ഗാദറിങ്സ്. താൽക്കാലികമായിട്ട് നമ്മൾ തമ്മിൽ അകന്നു നിൽക്കുമ്പോൾ അതും തെളിയിക്കും എന്ത്? നമ്മളുടെ സഭായോഗങ്ങളെയും ഒത്തുചേരലിനെയും എത്രത്തോളം സ്നേഹിച്ചിരുന്നുവോ ഇല്ലയോ എന്നുള്ളത് അത് കാണിച്ചു തരും.
There are many who come to church just for the sake of fulfilling their weekly duty of breaking of bread. നമ്മുടെ ഇടയിൽ അനേകം വ്യക്തികൾ അപ്പം നുറുക്കുവാൻ മാത്രമായിട്ട് അവർ സഭായോഗങ്ങളിൽ വരും. അല്ലാതെ വേറൊരു ഉദ്ദേശം അവർക്കില്ല. They don't have any desire to be accountable or to be held accountable to fellow church members. കൂട്ടുവിശ്വാസികളോട് കണക്ക് ബോധിപ്പിക്കുവാനോ അല്ലെങ്കിൽ അവർക്ക് കീഴടങ്ങി നിൽക്കുവാനോ തമ്മിൽ ഐക്യമുണ്ടാകുവാനോ ഒന്നും അവർക്ക് യാതൊരു ആഗ്രഹമില്ല. There are others who meet up with fellow church members and attend physical gatherings because it was convenient for them. സൗകര്യമുള്ളതുകൊണ്ട് ചർച്ചിൽ വരുന്ന അനേകം പേരുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ചില ആൾക്കാർ ചർച്ചിൽ വരുന്നത് എന്തുകൊണ്ടാണ്? അപ്പം മുറിക്കാൻ മാത്രം. മറ്റു ചിലർ സൗകര്യമുള്ളതുകൊണ്ട് ചർച്ചിൽ വരുന്നു. ഓക്കെ, കോവിഡ് ലോകത്ത് വന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സഭായോഗങ്ങൾ ഓൺ സൈറ്റ് ഗ്യാതറിങ്സ് എല്ലാം നിരോധിച്ചിരുന്നൊരു സമയമുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ബ്രേക്കിംഗ് ഓഫ് ബ്രെഡ് ഇല്ലാത്തത് കൊണ്ട് ഓൺലൈൻ മീറ്റിംഗ്സ് വെക്കേണ്ടി വന്നു. ഓൺലൈൻ മീറ്റിംഗ്സിൽ ഒരു സ്ഥിരം സാന്നിധ്യമായപ്പോൾ ഞാൻ ഈ പറയുന്ന 3 ടൈപ്പ് ആൾക്കാരെ നമുക്ക് അന്ന് കാണാൻ സാധിച്ചു. ഒന്ന്, some who are so used to the convenience of attending online meetings that they don't prefer on-site gatherings even when there is permission to do so. അതായത് ഓൺലൈൻ മീറ്റിംഗ് ഇങ്ങനെ തുടർന്നു പോയി അതിൽ ഒരുപാട് അങ്ങ് അഡ്ജസ്റ്റായി. അതായത് രാവിലെ എണീറ്റ് ഡ്രസ്സ് റെഡിയാക്കണ്ട, ഡ്രൈവ് ചെയ്യണ്ട, വീട്ടിൽ നിന്ന് ഇറങ്ങണ്ട, മുറിയിൽ നിന്ന് പുറത്തിറങ്ങണ്ട, ഈ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഓക്കെ, ഈ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു അനുവാദം, അതായത് ഇത്ര ആൾക്കാരെ പാടുള്ളൂ എന്നുള്ളൊരു അനുവാദം വന്നപ്പോഴും ആൾക്കാർക്ക് മുറിയിൽ നിന്ന് പുറത്തിറങ്ങണ്ട. അവരത്രത്തോളം ആ ഓൺലൈൻ മീറ്റിംഗ്സിനെ അത്രത്തോളം സ്നേഹിച്ചതുകൊണ്ട് അവർക്ക് മുറിയിൽ നിന്ന് പുറത്തിറങ്ങുവാനും മനസ്സില്ലാതെ ആയി. ആരെ പറ്റിയാണ് ഞാൻ പറയുന്നറിയോ? കോവിഡ് വരുന്നതിന് മുമ്പ് സ്ഥിരമായിട്ട് പല കാരണങ്ങളാൽ സഭയിൽ വന്നുകൊണ്ടിരുന്ന ആൾക്കാരെ പറ്റി ഞാൻ ഈ പറയുന്നത്. രണ്ടാമത്തെ ടൈപ്പ്, some who just came and went during physical gatherings without bothering to meet anyone do the same thing online. സഭയിൽ ചിലരുണ്ട്, മീറ്റിംഗ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് വരും, മീറ്റിംഗ് അവസാനിച്ചിട്ട് തൊട്ട് പുറകെ തന്നെ ഇറങ്ങിപ്പോകും. ആരുമായിട്ടും കൈകൊടുപ്പില്ല, കുശലാന്വേഷണമില്ല, ഒന്നുമില്ല, ആരുമായിട്ടും വലിയ ബന്ധമില്ല. ഇതേ സ്വഭാവം തന്നെ ഓൺലൈനിലും വന്നു. സപ്പോസ് മീറ്റിംഗ് 10 മണിക്കാണ് തുടങ്ങുന്നതെന്ന് വിചാരിച്ചു, 9:59 കറക്റ്റ് ജോയിൻ ചെയ്യും. എന്നിട്ട് അവസാനത്തെ ആമീൻ പറയുമ്പോൾ ഉടനെ തന്നെ ലീവ് ചെയ്യും. ക്യാമറ ഓണാക്കത്തുമില്ല, ഒന്നും ചെയ്യത്തില്ല, ഒരു കാര്യവും മിണ്ടത്തില്ല, മുഖവും കാണിക്കത്തില്ല. ഇത് രണ്ടാമത്തെ ടൈപ്പ്. മൂന്നാമത്തെ ടൈപ്പ്, some who never interact with fellow believers throughout the week, even when there are physical gatherings, don't even bother to do so when there are online meetings. ഫിസിക്കൽ ഗ്യാതറിംഗ് ഉണ്ടായിരുന്ന സമയത്ത് ആഴ്ചയിൽ ഒരു വിശ്വാസിയോടും ഒരു സഹവാസമില്ലാത്ത ആൾക്കാർ ഓൺലൈൻ മീറ്റിംഗ് ഉള്ളപ്പോഴും അതേ സ്വഭാവം തന്നെയാണ്. ആരോടും ഒരു സഹവാസമില്ല. അതിൻ്റെ തെളിവ് ഞാൻ പറയാം. സഭകൾക്ക് സൺഡേ മാത്രമല്ലായിരുന്നു ഓൺലൈൻ മീറ്റിംഗ്, ഇടദിവസങ്ങളിൽ മീറ്റിംഗ് ഉണ്ട്. പക്ഷേ ഇടദിവസങ്ങളിൽ അവരെ കാണത്തില്ല. ഈ ഇടദിവസങ്ങളിൽ ഓൺലൈൻ മീറ്റിംഗ് അവരെ കാണുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഫിസിക്കൽ ഗ്യാതറിംഗ് ഉള്ള ദിവസങ്ങളിൽ പോലും ഇടയ ദിവസങ്ങളിലെ മീറ്റിങ്ങിന് അവരില്ല. സൺഡേ ഫിസിക്കൽ ഗ്യാതറിങ്ങിനുണ്ട്, ഓൺലൈൻ ഫിസിക്കൽ ഗ്യാതറിങ്ങിനുണ്ട്. ഇടദിവസങ്ങളിലെ ഫിസിക്കൽ ഗ്യാതറിങ്ങിനില്ല, അതുകൊണ്ട് ഓൺലൈനിലെ ഫിസിക്കൽ ഗ്യാതറിങ്ങിനും ഇല്ല. ഇത്തരത്തിലുള്ള ഒബ്സർവേഷൻസ് ഞാൻ അന്ന് ചെയ്തിരുന്നതാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാം. വി ഷുഡൻറ്റ് ലെറ്റ് അവർ ഗാർഡ് ഡൗൺ ആസ് ഫാർ ആസ് കോവിഡ് ഇസ് കൺസേൺഡ്, ബട്ട് ഹൗ മെനി ഓഫ് us വിഷ് ടു സീ ഈച്ച് അതർ പേഴ്സണലി? കോവിഡ് എന്നുള്ളൊരു മഹാമാരി നമ്മൾ പേടിക്കുക തന്നെ വേണം, മാനദണ്ഡങ്ങൾ പാലിക്കണം, അതെല്ലാം ഉണ്ട്, ഒരു വശത്തുണ്ട്. പക്ഷെ നമ്മളിൽ എത്ര പേര് ആ സമയം വിശ്വാസികളെ മുഖാമുഖം കാണണം എന്ന് ആഗ്രഹിച്ചിരുന്നു? നമ്മളിൽ എത്ര പേര് അങ്ങനെ ഒരു ആഗ്രഹം അന്ന് ഉള്ളുകൊണ്ട് പ്രകടിപ്പിച്ചിരുന്നു? അത് നമ്മളിൽ എത്ര പേര് ഫിസിക്കൽ ഗ്യാതറിംഗ് എത്രയും പെട്ടെന്ന് തുടങ്ങണം എന്ന് ആഗ്രഹിച്ചിരുന്നു?
ഡിഡ് ദ പാൻഡമിക് റിവീൽ യുവർ കോൾഡ്നെസ് ടു അതേഴ്സ്? ഈ മഹാമാരി നമ്മളുടെ ഉള്ളിലെ തണുത്ത സ്വഭാവം, മറ്റുള്ളവരോടുള്ള നമ്മുടെ തണുത്ത സ്വഭാവം തുറന്ന് കാണിച്ചോ എന്നുള്ളതും നമ്മൾ ചോദിക്കേണ്ടതായിട്ടുണ്ട്. ലേൺ ഫ്രം പോൾ ആൻഡ് കമ്പനി whose desire and eagerness to meet believers never diminished when there was a physical separation. ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ശാരീരികമായിട്ടൊരു അകൽച്ച ഉണ്ടായപ്പോൾ സഹവിശ്വാസികളെ കാണുവാനുള്ള ഇവരുടെ ആഗ്രഹം ഒട്ടും കുറഞ്ഞു പോയിട്ടില്ല എന്നുള്ളതാണ് നമ്മളിവിടെ കാണേണ്ടത്. They gave priority to kingdom-based relationships over and above every other human priority. മാനുഷികമായിട്ടുള്ള എല്ലാ മുൻഗണനയേക്കാൾ കൂടുതൽ അവർ രാജ്യത്തിൻ്റെ ബേസിസിലുള്ള എല്ലാ ബന്ധങ്ങൾക്കും മുൻഗണന കൊടുത്തു. കോവിഡിൻ്റെ സമയത്ത് ഒരു കല്യാണം അറ്റൻഡ് ചെയ്യാൻ നമുക്ക് ആർക്കും ഒരു പരാതിയില്ലായിരുന്നു. എത്ര കല്യാണം വേണമെങ്കിലും അറ്റൻഡ് ചെയ്യും. പക്ഷേ സഭായോഗങ്ങൾ വരുമ്പോൾ അവിടെ പ്രോട്ടോക്കോള് ഒരു വലിയ കാര്യമാണ്. 60 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള ആൾക്കാർക്ക് കല്യാണങ്ങൾക്ക് പോകാൻ തടസ്സമില്ല. പക്ഷേ സഭായോഗങ്ങൾക്ക് വരുവാൻ എല്ലാ ഒഴിവുകഴിവുകളും അന്ന് പറയും. മേ ഗോഡ് ഹെൽപ്പ് us to love our fellow members when we are physically present or absent from each other. കാണുമ്പോൾ മാത്രമല്ല, കാണാത്തപ്പോഴും തമ്മിൽ സ്നേഹം ഉണ്ടാവണം. എങ്കിലേ ദൈവസഭ വളരത്തുള്ളൂ. തമ്മിൽ കണ്ടില്ലെങ്കിൽ ഒന്ന് വിളിച്ചു ചോദിക്കാനുള്ള ഒരു മനസ്സും ഉണ്ടാവണം. അതിന് ശ്രമം ഉണ്ടാവണം. ഈ കഴിഞ്ഞ ഒരാഴ്ച തമ്മിൽ കാണാതിരുന്നപ്പോൾ നമ്മളിൽ എത്ര പേര് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു? ഇനി അതൊക്കെ പോട്ടെ, വിളിച്ചാൽ ഫോൺ എടുത്തിട്ടുണ്ടോ? അതും സ്വയം ചോദിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെ ആരെങ്കിലും വിളിക്കുന്നില്ല എന്നുള്ളത് അതൊരു വശം, വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല എന്നുള്ളത് നമ്മുടെ കുഴപ്പം. അതും നമ്മൾ പരിഹരിക്കേണ്ട കാര്യമാണ്. സെക്കൻഡ് ലെസൺ, എ ഫിസിക്കൽ ആബ്സെൻസ് ഷോസ് us ministers whether we love those whom we minister to. ശുശ്രൂഷകന്മാരെന്ന നിലയിൽ താൽക്കാലികമായിട്ട് നമ്മൾ അകന്നു നിൽക്കുമ്പോൾ അത് നമ്മളോട് സൂചിപ്പിക്കും നമ്മൾ ആരെയാണ് ശുശ്രൂഷിക്കുന്നത്, അവരെ നമ്മൾ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടോ എന്ന്. എ ഫിസിക്കൽ ആബ്സെൻസ് ടെൽസ് us whether we as ministers miss the programs or opportunities or we miss the people. അവസരങ്ങളാണോ അതോ ജനത്തെയാണോ നമ്മൾ യഥാർത്ഥത്തിൽ മിസ് ചെയ്യുന്നതെന്നുള്ളത് ഈ ഒരു അഭാവം നമ്മളെ പഠിപ്പിക്കും. സാഡ്ലി മിനിസ്ട്രി ഈസ് മോർ അബൌട്ട് പ്രോഗ്രാംസ് ആൻഡ് ലെസ് അബൌട്ട് പീപ്പിൾ. പലപ്പോഴും ഇന്ന് പരിപാടികൾക്കാണ് കൂടുതൽ മുൻഗണന. ഇത്രാമത്തെ കൺവെൻഷൻ ഞങ്ങൾ നടത്തി, അല്ലെങ്കിൽ ഇന്ന ക്ലാസ് ഞങ്ങൾ നടത്തി. ആ പ്രോഗ്രാംസിനേക്കാൾ കൂടുതൽ ജനത്തിന് ഒരു പ്രാധാന്യമില്ല. അത് നമ്മുടെ ഇടയിൽ വളരെ ഒരു വലിയൊരു കുറവാണ്. അത് മാറണം. ബിക്കോസ് മിനിസ്ട്രി ഈസ് അൾട്ടിമേറ്റ്ലി അബൌട്ട് പീപ്പിൾ, നോട്ട് പ്രോഗ്രാംസ്. ശുശ്രൂഷ എന്ന് പറയുന്നത് ജനമാണ്. ജനങ്ങളില്ലെങ്കിൽ പിന്നെ എന്ത് മിനിസ്ട്രി? കാണാനും കേൾക്കാനും ആരും ഇല്ലെങ്കിൽ പിന്നെ പ്രോഗ്രാംസ് കൊണ്ട് എന്താ ഗുണം? അതിൽ പ്രശംസിച്ചതുകൊണ്ട് എന്താ ഗുണം? ഞങ്ങൾ ഇത് നടത്തി അത് നടത്തി എന്ന് പറയുന്നതിനേക്കാൾ എത്ര പേർക്ക് ആത്മീയവർദ്ധന വരുത്തി എന്നുള്ളതല്ലേ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അത് ശ്രദ്ധിക്കുന്നില്ല. മൂന്നാമത്തെ കാര്യം, ആസ് മിനിസ്റ്റേഴ്സ് ഓഫ് ഗോഡ് we should know that our desire to see all whom we minister to in eternity will reflect in our eagerness to maintain physical fellowship today. ശുശ്രൂഷകന്മാരെന്ന നിലയിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ ശുശ്രൂഷിക്കുന്നത് ആരൊക്കെയാണോ അവർ നിത്യതയിൽ കാണണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നമ്മളുടെ ഇന്നത്തെ ഫിസിക്കൽ മീറ്റിംഗ്സിന് നമുക്കത് കാണാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റുമായിട്ടാണ് കണക്റ്റ് ആവുന്നത്. ഞാൻ ആ സ്ഥലത്ത് യാത്ര ചെയ്തു, ഈ സ്ഥലത്ത് യാത്ര ചെയ്തു, ഈ കോൺഫറൻസിന് സംസാരിച്ചു എന്നതിനേക്കാൾ ഉപരി ഞാൻ സംസാരിച്ച ആൾക്കാർ നിത്യതയിൽ കാണുമെന്നുള്ളൊരു ഭാരം എനിക്കുണ്ടോ? അതാണ് ഈ പോയിന്റിൽ ഞാൻ കാണേണ്ട ഒരു കാര്യം. സുവിശേഷകന്മാരും മൂപ്പന്മാരുമായിട്ടുള്ള ആൾക്കാർ, അവരോടാണ് ഞാൻ പറയുന്നത്. God has entrusted your church members to your care and your zeal
and earnest desire to fulfill your God-given ministry will create a desire in you to see your flock being presented intact at Jesus' second coming. സഭ മൂപ്പന്മാരോടും സുവിശേഷകന്മാരോടും ഉള്ള ഒരു ആഹ്വാനം, നിങ്ങളുടെ സഭാംഗങ്ങളെ നിങ്ങളുടെ സുരക്ഷിതമായിട്ടുള്ള കൈകളിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന ശുശ്രൂഷ ദൈവം തന്ന ശുശ്രൂഷ നിങ്ങൾ നിറവേറ്റുവാൻ നിങ്ങൾ എരിവും ആഗ്രഹവും കാണിക്കുമ്പോൾ അത് നിങ്ങളിലൊരു ആഗ്രഹം ഉളവാക്കും. നിങ്ങൾ ആരെയാണ് ശുശ്രൂഷിക്കുന്നത്? അവർ നിഷ്കളങ്കരായി നിർമ്മലന്മാരായി കർത്താവിൻ്റെ വരവിൽ കാണപ്പെടണമെന്നുള്ളൊരു ആഗ്രഹം നിങ്ങളുടെ മുന്നിലുണ്ടാകും. That desire for eternity will create a desire to meet your flock face to face today. നിത്യതയിൽ അവരെ കളങ്കമില്ലാതെ കാണണം എന്നുള്ളൊരു ആഗ്രഹം, അത് നിങ്ങളെ എന്തിലേക്കാണ് നയിക്കുന്നതെന്ന്, മുഖാമുഖം തമ്മിൽ കാണണമെന്നുള്ള ഒരു ആഗ്രഹത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. So we know from this passage that Paul's integrity wasn't just an occurrence while he was with the Thessalonians. പൗലോസ് ഇവരുടെ കൂടെയായിരുന്നപ്പോൾ മാത്രമല്ല സൽസ്വഭാവവും നല്ല സാക്ഷ്യവും കാണിച്ചത്, അവരുടെ അഭാവത്തിലും പൗലോസ് അത് കാണിച്ചിരുന്നു. Was he going to stay there in Athens without acting upon his desire to see them face to face? എനിക്ക് നിങ്ങളെ കാണാൻ ആഗ്രഹമുണ്ടെന്ന് ചുമ്മാ വാഗൊണ്ട് പറയുകയാണോ? അല്ലാതെ അത് പൂർത്തീകരിക്കുവാൻ താൻ എന്തെങ്കിലും ചെയ്തതായിട്ടുണ്ടോ? അതാണ് നമ്മൾ ഇനി മൂന്നാമത്തെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഭാഗത്ത് കാണാൻ പോകുന്നത്. തിമോത്തിയോസിനെ അയച്ചു എന്നുള്ള കാര്യം. എനിക്ക് നിങ്ങളെ കാണാൻ ആഗ്രഹമുണ്ട് എന്ന് വെറുതെ വാഗൊണ്ട് പറയുകയല്ല, ആ ആഗ്രഹം പ്രകടിപ്പിച്ചത് തിമോത്തിയോസിനെ അയച്ചതിലൂടെയാണ്. അത് നമുക്ക് ദൈവം വെച്ചാൽ അടുത്ത മാസം സംസാരിക്കാം. സോ അടുത്ത മാസം നമ്മൾ കാണാൻ പോകുന്ന ഭാഗം മൂന്നാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള ഭാഗങ്ങളാണ് നമ്മളിനി അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. ദൈവം നമ്മളെല്ലാവരും സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.